എവിടോട്ട് പോവാ? നമ്മൾ കുറച്ച് ദിവസത്തേക്ക് കാണും. അത് കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകും, എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഒരു 6:52 ആയി സമയം. നമ്മൾ 5:45 ആയപ്പോൾ ഇറങ്ങി അല്ലേ ഏട്ടെ? 5:45 ആയപ്പോൾ ഇറങ്ങി. ഞാൻ ഇച്ചിരി കിടന്ന് ഉറങ്ങി കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ മുഖമൊക്കെ ഇരിക്കുന്നത്. ഇനിയപ്പം നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെയാണെന്നൊക്കെ കാണാം. കുരുത്തക്കേട് ഗൈസ്, അമ്മ നല്ല കുരുത്തക്കേടായിരുന്നു. അപ്പൊ പറയുന്നത് ഞാൻ നല്ല കുരുത്തക്കേടായിരുന്നു കേട്ടോ. അതുണ്ടല്ലോ നല്ല തലവേദന ചേട്ടയ്ക്ക് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരാൻ. അപ്പം നമ്മളിതേ വീടെത്താറായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് അച്ചാച്ചനുമായിട്ട് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിൽ ആരാണ് കൂടുതൽ വെയിറ്റ് കുറയ്ക്കുന്നതെന്ന്. അപ്പം നമ്മുടെ അപ്പൂസ് ഉണ്ടല്ലോ അച്ചാച്ചൻ്റെ സെറ്റുവാ, ചേട്ടയും ബാക്കി എല്ലാവരും ഒക്കെ എൻ്റെ സെറ്റുവാ. അപ്പം നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് ആരാ ജയിക്കുന്നതെന്ന് നോക്കാം. അപ്പം 1000 rupees ഞങ്ങൾ ബെറ്റിന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കാം. അപ്പൊ ഇപ്പൊ നിർണായകമാണ്, അച്ചാച്ചനാണോ ഞാനാണോ ജയിച്ചതെന്ന് നമുക്ക് നോക്കാം. രണ്ടു മാസം കൊണ്ട് 5 കിലോ 250 ഗ്രാം അച്ചാച്ചൻ കുറച്ച്, ഞാൻ 5 കിലോയും കുറച്ച്. അച്ചാച്ചനായിട്ടോ ജയിച്ചത്. അപ്പൊ അച്ചാച്ചന് ഞാൻ രൂപ കൊടുത്തിട്ടുണ്ട്. അച്ചാൻ എന്തായാലും എനിക്ക് 500 രൂപ തിരിച്ചു തന്നു കേട്ടോ. ബെറ്റില് 1000 ആയിരുന്നു വെച്ചിരുന്നത്, അച്ചാൻ 500 തിരിച്ചു തന്നു. അപ്പം സാരയില്ല, ഇനി കുറയ്ക്കാം. ഇനി ബെറ്റ് വെക്കത്തില്ല കേട്ടോ ഞങ്ങള്, പക്ഷെ വെയിറ്റ് കുറയ്ക്കാൻ ഞങ്ങൾ നോക്കും. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം നേരത്തെ പറയുമായിരുന്നു. അപ്പവും ബീഫ് സ്റ്റൂവും ബീഫ് വളർത്തിയതുമായിരുന്നു. ബീഫ് വളർത്തിയത് സൂപ്പറായിരുന്നു. 2-3 ആഴ്ച മുന്നേ ആയിട്ട് വീടിനടുത്ത് ഒരു സ്ട്രേ ഡോഗ് പ്രസവിച്ചു കേട്ടോ. അപ്പോൾ 7 കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ മാത്രം ഒരാൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഭയങ്കര കുഞ്ഞാണ്. അപ്പൂസിനെ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയസും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് നമ്മളെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര പേടിയായിട്ട് അങ്ങ് പോകും കേട്ടോ. ഈ ചേനത്തണ്ട കറി തോരനാണോ അമ്മേ? തോരൻ വെക്കാൻ പോവാ ഓണത്തിൻ്റെ. നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ അമ്മേ? ചേനയുണ്ടോ അമ്മേ? അതെടുക്കും നമ്മള്. ഓ 2 വീഡിയോക്കാര് വന്നിട്ടുണ്ട്. വീഡിയോക്കാര് സാമ്പാറിലൊക്കെ ഇടുന്നത് അമ്മ ഇടത്തില്ല, അമ്മക്ക് ചൊറിയും. കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞപ്പോൾ അപ്പൂൻ്റെ ഗ്രാൻഡ്മയുടെ കയ്യിൽ നിന്നും അങ്കിളുടെ കയ്യിൽ നിന്നും ഒക്കെ അപ്പൂസിന് ചോക്ലേറ്റ് കിട്ടി. അതാ കേട്ടോ വാങ്ങുന്നത്. ഇപ്പോൾ ഇവരുടെ ഫീഡിങ്ങിന് അച്ചാച്ചൻ്റെ കൂടെ അപ്പൂസും കൂടുന്നുണ്ട്. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി. ഇതിനിടയ്ക്ക് ഇവരുടെ കുസൃതിയും ചട്ടമ്പിത്തരവും ഒക്കെ കണ്ടോ? നല്ല രസമല്ലേ കാണാൻ? കുഞ്ഞു ബേബി പപ്പീസ് ആയതുകൊണ്ട് അവർ തന്നെ കുറച്ചിട്ട് ചിലപ്പോൾ അവർ തന്നെ പേടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനത്തെ കോമഡിയൊക്കെ കാണും. ഉത്രാടമാണെങ്കിലും വെജ് മാത്രമല്ല നോൺ വെജും കൂടെ കൂട്ടിയാണ് ഉച്ചക്കത്തെ സദ്യ കഴിച്ചേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പ്രഥമനം കഴിച്ചു.
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടന്നു. എന്നിട്ട് വൈകുന്നേരം എണീറ്റ് വന്നു. മമ്മിയാട്ടോ മൊത്തം ചെയ്തേ, ഞാനിവിടെ ഇളക്കാൻ മാത്രം വന്നത്. മമ്മി പരിപ്പ് പായസം വെച്ച് കഴിഞ്ഞു. അതേ അപ്പൂസാണ് ഹെൽപ്പർ. സേമിയ പായസത്തിന്റെ ആളാ അപ്പൂസ്. അതുകൊണ്ട് എപ്പോൾ അപ്പൂസ് വന്നാലും അപ്പോഴേ സേമിയ പായസം വെക്കത്തുള്ളൂ. ഈ ഇടയായിട്ട് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഫുഡടിയൊക്കെ കഴിച്ച് നേരത്തെ നിർത്തും. ഇതിപ്പോൾ വിശപ്പില്ലായിരുന്നു, അങ്ങനെ കഴിച്ചില്ല. അത് കഴിഞ്ഞ് പായസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നെയിൽ പോളിഷൊക്കെ അടിച്ച് മമ്മിക്കും അടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പോയി കുളിച്ചു കിടന്നു.